പെട്ടെന്ന് ഒരു വേദനയോ അസ്വസ്ഥതയോ ഒക്കെ വരുമ്പോൾ നമ്മൾ കോമൺ ആയിട്ട് പറയും ഇത് എവിടെയെങ്കിലും നീർക്കെട്ട് വന്നതാണ്. ഇപ്പം നമുക്ക് പെട്ടെന്നൊരു നടുവേദന വന്നാൽ നടുവിന് നീർക്കെട്ടാണെന്ന്, മുട്ടുവേദന വന്നു കഴിഞ്ഞാൽ മുട്ടിന് നീർക്കെട്ട്, അതുപോലെ തന്നെ തലവേദനയും മൂക്കടപ്പും ഒക്കെ വന്നു കഴിഞ്ഞാൽ സൈനസിൽ നീർക്കെട്ടാണെന്ന് നമ്മൾ കോമൺ ആയിട്ട് പറയാറുണ്ട്. അപ്പോൾ എന്താണ് ഈ നീർക്കെട്ട്, അല്ലെങ്കിൽ നീർക്കെട്ട് ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ഞാൻ ഡോക്ടർ പ്രിയ, Q1B ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ്. പെട്ടെന്ന് ഒരു വേദനയോ അസ്വസ്ഥതയോ ഒക്കെ വരുമ്പോൾ നമ്മൾ കോമൺ ആയിട്ട് പറയും ഇത് എവിടെയെങ്കിലും നീർക്കെട്ട് വന്നതാണ്. ഇപ്പം നമുക്ക് പെട്ടെന്നൊരു നടുവേദന വന്നാൽ നടുവിന് നീർക്കെട്ടാണെന്ന്, മുട്ടുവേദന വന്നു കഴിഞ്ഞാൽ മുട്ടിന് നീർക്കെട്ട്, അതുപോലെ തന്നെ തലവേദനയും മൂക്കടപ്പും ഒക്കെ വന്നു കഴിഞ്ഞാൽ സൈനസിൽ നീർക്കെട്ടാണെന്ന് നമ്മൾ കോമൺ ആയിട്ട് പറയാറുണ്ട്. അപ്പോൾ എന്താണ് ഈ നീർക്കെട്ട്, അല്ലെങ്കിൽ നീർക്കെട്ട് ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. നീർക്കെട്ട് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഭയങ്കര കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു വാക്ക് തന്നെയാണ്. കാരണം നമ്മളെല്ലാവരും എപ്പോഴെങ്കിലുമൊക്കെ നീർക്കെട്ട് കൊണ്ട് ഉള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിച്ചിട്ടുമുണ്ട്. ഈ നീർക്കെട്ട് ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് ആദ്യം തന്നെ നോക്കാം. നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ കൂടാതെ തന്നെ ലിംഫാറ്റിക് സർക്കുലേഷൻ എന്നൊരു സർക്കുലേറ്ററി പാത്വേ ഉണ്ട്. നമുക്ക് അധികം ആൾക്കാർക്കൊന്നും അതിനെക്കുറിച്ച് വലിയ ഒരു ഐഡിയ ഇല്ല. നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങൾക്ക് വേണ്ട ന്യൂട്രിയൻസും ഓക്സിജനും ഒക്കെ സപ്ലൈ ചെയ്യുന്നത് നമ്മുടെ രക്തം വഴിയാണ്. അപ്പം നമ്മുടെ രക്തത്തിലെ സെൽസ് എല്ലാം കൂടി ചെന്നിട്ട് ഓരോരോ കോശങ്ങൾ ചെന്ന് ന്യൂട്രിയൻസും എനർജിയും ഒക്കെ സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് സപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിച്ചം വരുന്നത് അല്ലെങ്കിൽ അതിൻ്റെ തന്നെ ചില കോശങ്ങളെല്ലാം കൂടി നമ്മുടെ ശരീരത്തിലുള്ള ഒരു ബോഡി സ്പേസിലെ ഒരു ഫ്ലൂയിഡ് സ്പേസിലോട്ട് ഇറങ്ങും. ഈ ഇറങ്ങിയ ഫ്ലൂയിഡ് തിരിച്ച് ബ്ലഡ് സർക്കുലേഷനിലോട്ട് കയറില്ല, പകരം അവർ കയറുന്നതാണ് ലിംഫാറ്റിക് പാത്വേ അല്ലെങ്കിൽ ലിംഫാറ്റിക് ചാനലിലോട്ട് കയറും. ഈ ഒരു സർക്കുലേഷനാണ് ലിംഫ് ഫ്ലൂയിഡായിട്ട് നമുക്ക് നടക്കുന്നത്. ഇതിൻ്റെ മെയിൻ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ ന്യൂട്രിയൻ സപ്ലൈ തന്നെയാണ്, രണ്ടാമതെന്ന് പറഞ്ഞാൽ പ്രതിരോധ മെക്കാനിസം അല്ലെങ്കിൽ ആ ഒരു പ്രതിരോധ ശക്തി ഉണ്ടാക്കുക എന്നൊക്കെയാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു മുറിവ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ആ ഉടനെ തന്നെ അവിടെ ഒരു നീർക്കെട്ട് വരിക അല്ലെങ്കിൽ ഒരു വീക്കം വരുന്നതൊക്കെ കാണാറുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ അതുപോലെ തന്നെയാണ് ബാക്ടീരിയകളോ വൈറസോ എന്ത് വന്നു കഴിഞ്ഞാലും നമ്മുടെ ശരീരം പെട്ടെന്ന് അതിനെ റെസ്പോണ്ട് ചെയ്യുന്നത് ഈ പറയുന്ന ലിംഫിൻ്റെ സഹായത്തോടെയാണ്. ഈ ലിംഫിൽ നമ്മുടെ ബ്ലഡ് വെസൽസിൽ കാണുന്ന പോലെ ചെറിയ ചെറിയ വാൽവുകളുണ്ട്, ഓരോ ചെക്ക് പോയിന്റ് പോലെ ലിംഫ് നോഡ് എന്ന് പറയും. ഇവിടെയാണ് പ്രധാനപ്പെട്ട നമ്മുടെ WBC അല്ലെങ്കിൽ ശ്വേത രക്താണുക്കൾ ഇരിക്കുന്നത്. ഈ ശ്വേത രക്താണുക്കളാണ് പൊതുവെ നമ്മുടെ ബാക്ടീരിയകളോടോ വൈറസുകളോടോ ഒക്കെ പൊരുതുന്നത്. അപ്പം ഇവരെയൊക്കെ ഇരിക്കുന്ന ഈ ലിംഫ് നോഡ് അല്ലെങ്കിൽ ഈ ഒരു ലിംഫ് ഫ്ലൂയിഡ് വഴിയാണ് നമ്മുടെ ഒരു പ്രതിരോധ മെക്കാനിസം നടക്കുന്നത്. ഈ ഒരു ലിംഫ് നോഡ് വഴി തന്നെയാണ് നമുക്ക് ക്യാൻസർ പോലെയുള്ള രോഗങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മെറ്റാസ്റ്റാസിസ്, ഇപ്പോൾ വയറിൽ ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിൽ അത് മറ്റ് പല അവയവങ്ങളോട് സ്പ്രെഡ് ആവുന്നതും ഈ ഒരു ലിംഫ് പാത്വേ വഴി തന്നെയാണ്. അപ്പം നമ്മുടെ ശരീരത്തിന് ഈ ഒരു പ്രതിരോധ മെക്കാനിസത്തിൽ എവിടെയെങ്കിലും ഒരു താളപ്പിഴവ് വരുമ്പോഴാണ് നമുക്ക് പ്രധാനമായിട്ടും ഈ നീർക്കെട്ട് ഉണ്ടാവുന്നത്. അപ്പം അത് ഏത് തരത്തിലുള്ള ഇഞ്ചുറിയും ആവാം. ഇപ്പം നമുക്ക് വീണാലോ, നമ്മളൊന്ന് വണ്ടി ഓടിക്കുക അല്ലെങ്കിൽ സൈക്കിൾ ഓടിക്കുമ്പോൾ ഒരു കുട്ടി വീണ് കഴിഞ്ഞാൽ ആ ഉണ്ടാവുന്ന ഇഞ്ചുറിയിൽ അവിടെ പെട്ടെന്ന് നീർക്കെട്ട് വരുന്നു, അടുത്ത ദിവസം ആകുമ്പോൾ കുട്ടിക്ക് പനി വരുന്നു, അങ്ങനെയുള്ള ബാക്കി ഫോളോ അപ്പ് ചെയ്ത ഒരുപാട് കണ്ടീഷൻസ് വരുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിലെ പല പല അവയവങ്ങളിലും നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നീർക്കെട്ട് ഉണ്ടാവാൻ പല പല കാരണങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒന്നാമതായിട്ട് മെക്കാനിക്കൽ ഇഞ്ചുറി നോക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ മുറിവുകൾ, ഇപ്പോൾ നമ്മൾ ഒരു പൂന്തോട്ടത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു മുള്ളു കുത്തിക്കഴിഞ്ഞാൽ അവിടെ തന്നെ നമുക്കൊരു നീർക്കെട്ടൊക്കെ കാണാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ വണ്ടിയിൽ നിന്നുള്ള വീഴ്ചകളോ അങ്ങനെ മറ്റ് ആക്സിഡൻ്റൽ ഇഞ്ചുറീസ് ഒക്കെയാണ് ഈ മെക്കാനിക്കൽ കോസിൽ പറയുന്നത്. രണ്ടാമത് കെമിക്കൽ കോസസ്. കെമിക്കൽ എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് പുളിച്ചു തകട്ടലോ നെഞ്ചരിച്ചിലോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ആമാശയത്തിൽ ഉണ്ടാകുന്ന ഈ ഒരു ഗ്യാസ്ട്രിക് ആസിഡ് തിരിച്ച് നമ്മുടെ അന്നനാളത്തിലോട്ട് കയറി വരും. അങ്ങനെ നമ്മുടെ ഈസോഫാഗസിൽ ചെറിയ ചെറിയ കേടുപാടുകളൊക്കെ വരുത്തി നമുക്ക് ഗ്യാസ്ട്രൈറ്റിസ് പോലെയുള്ള കണ്ടീഷൻസ് ഉണ്ടാക്കും. അതാണ് മറ്റൊരു കാരണം. ഇനി മൂന്നാമതായിട്ടാണ് ഓട്ടോ ഇമ്മ്യൂൺ ആയിട്ടുള്ള കാരണങ്ങളും ഇങ്ങനെ പറഞ്ഞ നീർക്കെട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി നമ്മുടെ ശരീരത്തിനെതിരെ തന്നെ ഒരു തെറ്റായ മെസ്സേജ് മൂലം പ്രതിരോധിക്കുന്നതാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ നമുക്കത് ആമവാദം പോലെയുള്ള കണ്ടീഷൻസിലൊക്കെ കാണാറുണ്ട്. ഇങ്ങനെയുള്ള കണ്ടീഷൻസിലും കാണുന്നതും ഒരു നീർക്കെട്ട് ഉണ്ടാവാനുള്ള ഒരു ലിംഫ് പാത്വേയുടെ ചേഞ്ചസ് മൂലമാണ്. ഈ പറഞ്ഞ കാരണങ്ങൾ കൂടാതെ തന്നെ ഇപ്പോൾ നമുക്കൊരു ഫുഡ് ഇൻഫെക്ഷൻ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏതൊരു കേടായ ഭക്ഷണമോ അല്ലെങ്കിൽ ചീത്ത ഭക്ഷണമൊക്കെ നമ്മൾ കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ആമാശയത്തിൽ ഗ്യാസ്ട്രിക് സെക്രീഷനിലൊക്കെ മാറ്റങ്ങൾ വരുന്നു. ഈ ഒരു ഗ്യാസ്ട്രിക് സെക്രീഷനിൽ വരുന്ന മാറ്റം നമ്മുടെ വയറിൽ കെമിക്കൽ ചേഞ്ചസ് ഉണ്ടാക്കും. ഈ ഒരു കെമിക്കൽ ചേഞ്ചസ് അവിടെ വരുന്ന ആ ഒരു ചേഞ്ചസിന് നമ്മൾ ലിംഫാറ്റിക് പാത്വേ റെസ്പോണ്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് എന്തെങ്കിലും ദഹനക്കേട് വരുന്ന സമയത്തൊക്കെ പനി ഉണ്ടാവുക അല്ലെങ്കിൽ ഓക്കാനം ഛർദിൽ പോലുള്ള പ്രശ്നങ്ങൾ കാണിക്കുന്നതൊക്കെ ഒരു ബോഡിയുടെ റിയാക്ഷനാണ്. ഇതൊക്കെ നീർക്കെട്ടിലോടാണ് ചെന്നെത്തിക്കുക. ഇനി ഇത് കൂടാതെ തന്നെ ഇപ്പം ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ പറഞ്ഞതിനോടൊപ്പം നമ്മൾ ആമവാദം പറഞ്ഞ കേസിൽ തന്നെ ടൈപ്പ് 1 ഡയബറ്റീസ് ആണെങ്കിലും അവിടെയും ഒരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ അവിടെയാണെങ്കിലും ഈ ഒരു നീർക്കെട്ട് ഉണ്ടാവും നമ്മുടെ കോശങ്ങളെ ബാധിക്കുക എന്നുള്ളതൊക്കെ ഒരു ലിംഫിൻ്റെ പാത്വേ വഴി നടക്കുകയും അതാണ് നമുക്ക് നീർക്കെട്ട് ഉണ്ടാക്കുന്നത്. ഓരോ കോശങ്ങളും നീർക്കെട്ടാണ് നമുക്ക് ഈ കാണുന്ന നമ്മുടെ പല രോഗങ്ങളുടെയും അടിസ്ഥാന കാരണം എന്ന് പറയുന്നത്.
അപ്പം ഇത് കൂടാതെ തന്നെ നമ്മുടെ ചില ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, പ്രത്യേകിച്ച് വ്യായാമമൊന്നുമില്ല, അല്ലെങ്കിൽ നമ്മുടെ ഫുഡ് ഹാബിറ്റ് എന്ന് പറയുന്നത് അധികം മധുരം ചേർന്ന ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് പ്രോസസ്സ് ചെയ്ത ഭക്ഷണങ്ങളാണെങ്കിൽ ഇത് നമ്മുടെ ശരീരത്തിൽ എത്തുകയും നമ്മുടെ ശരീരത്തിൽ ചെറിയ ചെറിയ നീർക്കെട്ടുകൾ ഉണ്ടാകും. ഇങ്ങനെ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് പിന്നീട് ഫാറ്റി ലിവർ പോലെയുള്ള കണ്ടീഷൻസ് ഉണ്ടാവുന്നത്. അപ്പോൾ തുടക്കത്തിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ കോശങ്ങൾക്കൊക്കെ നീർക്കെട്ടാണ് വീഴ്ത്തുക. ഇത് നമ്മൾ ഡെവലപ്പ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കാത്ത കണ്ടീഷൻസിലാണ് നമുക്ക് ഫാറ്റി ലിവർ പ്രോഗ്രസ് ചെയ്ത് ലിവർ സിറോസിസിലോട്ട് പോകുന്നത്. അപ്പോൾ ബേസിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ മിക്ക രോഗങ്ങളുടെയും ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് നീർക്കെട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആ നീർക്കെട്ട് വരുന്ന സ്റ്റേജിൽ തന്നെ അതിന് വേണ്ടത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത് കൊണ്ടാണ് അത് ഡെവലപ്പ് ചെയ്ത് പോകുന്നത്. ഇപ്പോൾ ഫാറ്റി ലിവറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നീർക്കെട്ടാണ്. ലിവറിൻ്റെ കോശങ്ങൾക്ക് ചുറ്റും ആണ് ആദ്യമായി നീർക്കെട്ട് വരിക. പിന്നെ ഇത് നമ്മുടെ ലിവറിൻ്റെ കോശങ്ങളെ ബാധിക്കുന്നു. അത് പിന്നെ ഡെവലപ്പ് ചെയ്തിട്ട് മൊത്തത്തിൽ ലിവറിൻ്റെ ഫംഗ്ഷനെ ബാധിക്കുന്നു. പിന്നെ ലിവർ ചുരുങ്ങിപ്പോയി ഒരു കൊട്ട തേങ്ങയുടെ ആ ഒരു ഫോമിലോട്ട് മാറുക. അതാണ് നമ്മൾ ലിവർ സിറോസിസ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യുക. അപ്പം എല്ലാത്തിൻ്റെയും ആദ്യത്തെ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കണ്ടീഷൻ തന്നെയാണ്, അല്ലെങ്കിൽ നീർക്കെട്ടാണ്. ഇനി ഇത് കൂടാതെ തന്നെ നമുക്ക് മെൻ്റൽ സ്ട്രെസ്സൊക്കെ ഉള്ളവരാണെങ്കിൽ, നമുക്ക് നല്ലപോലെ ഉറക്കം കിട്ടുന്നില്ല അല്ലെങ്കിൽ ഉറക്കം കൂടുതലായിട്ടുള്ളവരാണെങ്കിൽ കൂടി നമ്മുടെ ആ ഒരു ജീവിതശൈലി പ്രോപ്പർ അല്ലെങ്കിൽ ഇപ്പം മെൻ്റൽ സ്ട്രെസ്സിൻ്റെ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാക്കും. ഹോർമോണൽ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ കൂടുതലും സെക്സ് ഹോർമോൺ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ്. അപ്പം മെയിൽ കേസിൽ എടുക്കുകയാണെങ്കിൽ ഒരു ടെസ്റ്റോസ്റ്റെറോണിൻ്റെ ലെവലും ഫീമെയിൽ കേസിൽ എടുക്കുകയാണെങ്കിൽ ഈസ്ട്രോജൻ്റെ ലെവലിലൊക്കെ ഒരുപാട് വേരിയേഷൻസ് കാണിക്കും. അത് കുറച്ച് ഒരു ഓൾഡ് ഏജ് ആകുമ്പോൾ പൊതുവേ നമ്മുടെ ശരീരത്തിൽ ഹോർമോണൽ ഇംബാലൻസ് കാണിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രായമായവർ പറയാറുണ്ട് കാല് തൂക്കിയിടുമ്പോഴത്തേക്ക് നീര് വരുന്നു അല്ലെങ്കിൽ നീർക്കെട്ട് വെക്കുന്നു എന്നൊക്കെ. അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് ഈ ഒരു ഹോർമോണൽ ചേഞ്ചസിൽ ഉണ്ടാകുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് കുറച്ചുകൂടെ അധികം ഈ നീർക്കെട്ടിൻ്റെ ബുദ്ധിമുട്ടുകൾ നമ്മൾ ഒരു ഓൾഡ് ഏജിലോട്ട് കൂടുതലായിട്ടും അനുഭവിക്കുന്നത്. ഇനി ഇത് കൂടാതെ തന്നെ മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് പുകവലി, മദ്യപാനം പോലുള്ള ശീലങ്ങൾ ഉണ്ടെങ്കിലാണ്. അപ്പം പുകവലിക്കുന്നവരാണെങ്കിൽ കൂടി അല്ലെങ്കിൽ മദ്യപിക്കുന്നവരാണെങ്കിൽ കൂടി അത് നമ്മുടെ ശരീരത്തിന് ദോഷമാണ്. അപ്പം മദ്യപിക്കുക എന്ന് പറയുമ്പോൾ അസറ്റാൽഡിഹൈഡ് ഫോർമേഷൻ അവിടെ നടക്കും. നമ്മൾ കഴിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ആൽക്കഹോൾ കൺവേർട്ട് ചെയ്ത് അസറ്റാൽഡിഹൈഡ് ഉണ്ടാകുന്നു. ഇത് കോശങ്ങളിൽ നീർക്കെട്ടുണ്ടാക്കും. ബേസിക് ആയിട്ട് ആദ്യം തന്നെ ലിവറിൻ്റെ കോശങ്ങളാണ് നീർക്കെട്ടുണ്ടാക്കുക. അപ്പം അതുവഴി പിന്നീട് നമ്മുടെ പല ശരീരത്തിൻ്റെ പല ഭാഗങ്ങളോട് നീർക്കെട്ട് വരികയും അത് നമുക്കൊരു എൻഡ് സ്റ്റേജ് അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് കോംപ്ലിക്കേഷനിലോട്ട് മാറുകയും ചെയ്യും. ഇനി ഇത് കൂടാതെ തന്നെ ഇപ്പോൾ പുകവലിക്കുന്നവരുടെ കേസ് എടുക്കുകയാണെങ്കിൽ നിക്കോട്ടിൻ അല്ലെങ്കിൽ ടുബാക്കോയുടെ കണ്ടന്റ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ബ്ലഡിൽ എത്രത്തോളം മിക്സ് ചെയ്യുന്നു അത് തന്നെ ലിംഫിലും മിക്സ് ചെയ്യുന്നു. അപ്പോൾ തന്നെ നമ്മുടെ വേണ്ട കോശങ്ങൾക്കൊന്നും വേണ്ട രീതിയിൽ ഓക്സിജൻ കിട്ടാതെ വരുന്നു. അപ്പോൾ ആ കോശങ്ങൾക്ക് നീർക്കെട്ട് വീഴുകയും അത് നമുക്ക് മറ്റ് പല രോഗങ്ങളായിട്ട് പ്രസൻറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതാണ് ഈ ഒരു കോമൺ ആയിട്ട് അല്ലെങ്കിൽ ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ എല്ലാ ഡിസീസിൻ്റെയും എല്ലാ രോഗങ്ങളുടെയും ബേസിക് കാരണം എന്ന് പറയുന്നത് നീർക്കെട്ടാണ്. അപ്പം ഇതൊക്കെയാണ് നീർക്കെട്ടുണ്ടാവാനുള്ള പ്രധാന കാരണങ്ങൾ. ഇനിയിപ്പോൾ നീർക്കെട്ട് ഉണ്ടാകുന്നത് നമ്മൾ കോമൺ ആയിട്ട് രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, അക്യൂട്ട് എന്നും ക്രോണിക് എന്നും. അക്യൂട്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാകുന്ന ഇഞ്ചുറി, ഇപ്പം മെക്കാനിക്കൽ ഇഞ്ചുറി, ഞാൻ പറഞ്ഞതുപോലെ ചെറിയ ചെറിയ മുറിവുകളോ ചതവുകൾ, വീഴ്ചകൾ, ഇതൊക്കെ നമുക്ക് അക്യൂട്ടിലോട്ട് വരാം. ഇനി ക്രോണിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നാളുകളായി നീണ്ടു നിൽക്കുന്നതിന് നമ്മൾ അറിയാതെ പോകുന്നതായിട്ടുള്ള നീർക്കെട്ടുകൾ. അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഫാറ്റി ലിവറാണ്. ഞാൻ പറഞ്ഞതുപോലെ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു നീർക്കെട്ടാണ് ഫാറ്റി ലിവർ എന്നുള്ളത്. അപ്പോൾ പ്രധാനമായിട്ടും ഈ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി നീർക്കെട്ടുകൾ ഉണ്ടാക്കുന്ന ഭക്ഷണം ഏതൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും ഒന്നാമതായി പറയുകയാണെങ്കിൽ പഞ്ചസാരയാണ്. ഇപ്പോൾ പഞ്ചസാരയിൽ ഗ്ലൂക്കോസും ഉണ്ട്, ഫ്രക്ടോസും ഉണ്ട്. അപ്പോൾ ഗ്ലൂക്കോസിനേക്കാളും കൂടുതൽ ആപത്ത് എന്ന് പറയുന്നത് ഫ്രക്ടോസ് ആണ്. ഈ ഫ്രക്ടോസ് ആണ് നമ്മുടെ ശരീരത്തിൽ കൂടുതലും നീർക്കെട്ട് ഉണ്ടാക്കുന്നത്. ഫ്രക്ടോസ് കഴിക്കുന്നത് കൊണ്ട് നമുക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള നീർക്കെട്ട് നിന്ന് നമുക്ക് പല രോഗങ്ങളും ഉണ്ടാകുന്നുണ്ട്. അപ്പം ഏതൊക്കെ രോഗങ്ങളാണ് പൊതുവേ നമ്മൾ ഈ മധുരം കഴിക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്നത് നോക്കാം. അത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം ഞാൻ പറഞ്ഞ ഫാറ്റി ലിവർ, ഡയബറ്റിസ്, PCOD, ഇതൊക്കെ ബേസ് ആയിട്ടുള്ളത് നീർക്കെട്ടാണ്. അതൊക്കെ ഡെവലപ്പ് ചെയ്തുമ്പോഴാണ് മറ്റ് പല ഒവേറിയൻ കണ്ടീഷനിലോട്ട് പോകുന്നത്. ഇപ്പം ഫസ്റ്റ് ഫാറ്റി ലിവർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അതുപോലെ തന്നെ ഡയബറ്റീസിൻ്റെ കേസിലാണെങ്കിൽ അധികമായിട്ട് ഫ്രക്ടോസ് ചെല്ലുകയും അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ പാൻക്രിയാസ് ഗ്രന്ഥികളിൽ നീർക്കെട്ടുണ്ടാവും. പാൻക്രിയാസ് ഗ്രന്ഥിയിലെ ബീറ്റാ സെൽസാണ് ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണിനെ കൺട്രോൾ ചെയ്യുന്നതും പ്രൊഡ്യൂസ് ചെയ്യുന്നതും. അപ്പോൾ ഈ ഒരു ഹോർമോണിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ് ടൈപ്പ് 2 ഡയബറ്റീസിലോട്ട് പോകുന്നത്. അപ്പോൾ അതുമൂലവും നമുക്ക് നീർക്കെട്ട് ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് ടൈപ്പ് 2 ഡയബറ്റീസിലോട്ട് പോകുന്നുണ്ട്. ഇനി PCODയുടെ കണ്ടീഷൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ അധികമായിട്ട് ഫ്രക്ടോസ് ഇവിടെയും ചെല്ലുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഒവേറിയൻ സെല്ലുകളിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ഇങ്ങനെ ഒവേറിയൻ സെല്ലിൽ ഉണ്ടാകുന്ന നീർക്കെട്ടുകളാണ് നമുക്ക് PCOD അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് ആയിട്ട് കാണുന്നത്. അതുപോലെ തന്നെയാണ് യൂട്രസിൽ ഉണ്ടാകുന്ന ഫൈബ്രോയിഡ് അല്ലെങ്കിൽ മറ്റ് ഒവേറിയൻ ട്യൂമേഴ്സിനൊക്കെ കാണുന്നത്. ഇവിടെയൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ അല്ലെങ്കിൽ നമ്മൾ അധികമായിട്ട് മധുരം കഴിക്കുക അല്ലെങ്കിൽ അധികമായിട്ട് ഫ്രക്ടോസ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിൽ ഇതൊക്കെ നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളും നീർക്കെട്ടുണ്ടാക്കും. ഇതാണ് മറ്റ് പല രോഗങ്ങൾക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്ത് എത്തിക്കുന്നത്. അപ്പോൾ ഈ ഫ്രക്ടോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കരുതും നമ്മൾ മധുരമുള്ള ഒന്നും കഴിക്കുന്നില്ലല്ലോ അല്ലെങ്കിൽ അധികമായിട്ട് പഞ്ചസാര ഉപയോഗിക്കുന്നില്ലല്ലോ എന്ന്. നമ്മൾ അധികം ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന മിക്ക പ്രൊഡക്ട്സിലും മധുരം കുറച്ച് ഇരട്ടിപ്പിക്കാൻ വേണ്ടി ഇന്ന് ആഡ് ചെയ്യുന്ന എല്ലാം ഫ്രക്ടോസ് ആണ്, ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പുകളാണ്. അതുകൊണ്ട് തന്നെയാണ് പണ്ട് കാലത്തെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി സ്വീറ്റ് ആയിരിക്കും നമ്മുടെ ബേക്കറി പ്രൊഡക്ട്സ് ഒക്കെ. അപ്പോൾ അധികം ഈ സ്വീറ്റ്സ് ചെല്ലുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നീർക്കെട്ടുണ്ടാകുന്നത്. ഇനി രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ ട്രാൻസ് ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് കഴിയുന്ന ബർഗർ, പിസ്സ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഫ്രൈഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, ഇതെല്ലാം നമ്മൾ ട്രാൻസ് ഫാറ്റ് അടങ്ങിയിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കുക ഇതിലൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഈ ട്രാൻസ് ഫാറ്റ്സ് ആണ്. അപ്പോൾ ഇതുമൂലം
ഇനി മൂന്നാമതായിട്ട് പറഞ്ഞാൽ പ്രോസസ്സ് ചെയ്ത ഭക്ഷണങ്ങൾ. ഇപ്പം പ്രോസസ്സ് ചെയ്ത ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം വെള്ളയരി അത് തന്നെ ഒരു പ്രോസസ്ഡ് കാർബോഹൈഡ്രേറ്റ് ആണ്. നമ്മൾ കുത്തരിക്ക് പകരം വെള്ളയരി ഉപയോഗിക്കുക. അപ്പോൾ വെള്ളയരി ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കുത്തരിയിൽ തന്നെ ധാരാളം ഫൈബേഴ്സ് ഉണ്ട്. അതൊക്കെ നഷ്ടപ്പെട്ട് നമ്മൾ വെള്ളയരി ഉപയോഗിക്കുക. അധികമായിട്ട് മൈദ ഉപയോഗിക്കുക. അപ്പം മൈദ അടങ്ങിയ മിക്ക ഭക്ഷണങ്ങളുമാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഈ പ്രോസസ്സ് ചെയ്ത ഭക്ഷണങ്ങൾ കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒക്കെയാണ് കൂടുതലായിട്ട് ഇന്ന് നമുക്ക് ശരീരത്തിൽ നീർക്കെട്ടുണ്ടാവുന്നത്. ഇത് കൂടാതെ തന്നെ നമ്മൾ കഴിക്കുന്ന ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ്, പ്രധാനമായിട്ട് ആസ്പാർട്ടയും കണ്ടൻസ് വരുന്ന ടിങ്ഡ് ഫ്രൂട്ട്സ്, നമ്മൾ ജ്യൂസസ് ഒക്കെ അല്ലെങ്കിൽ കാർബണേറ്റഡ് ഡ്രിങ്ക്സിലൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇത് കൂടുതലായിട്ട് കുടിക്കുന്നവർക്ക്, അതുപോലെ തന്നെ കെസീൻ്റെ കണ്ടന്റ് നമ്മൾ അധികമായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ, കെസീൻ എന്ന് പറഞ്ഞാൽ പാലിലുള്ള പ്രോട്ടീനാണ്. അധികമായിട്ട് പാല് കുടിക്കുന്ന ആൾക്കാർക്ക് ഒരു സ്റ്റഡിയിൽ പറയുന്നത് ഓട്ടോ ഇമ്മ്യൂണായിട്ട് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഉണ്ടാകുന്നതായിട്ട് കാണാം. അപ്പോൾ ഇങ്ങനെ അധികമായിട്ട് കെസീൻ നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ അത് ചില ആൾക്കാരിൽ ഓട്ടോ ഇമ്മ്യൂണി കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാക്കുന്നതായിട്ട് പഠനങ്ങൾ പറയുന്നത് പോലെ നമ്മൾ അധികമായിട്ട് പാല് കഴിക്കുന്നവർക്ക് ഇത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ആൽക്കഹോളിൻ്റെ ഉപയോഗം, ആൽക്കഹോൾ എങ്ങനെയാണ് ഒരു നീർക്കെട്ട് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. അപ്പോൾ ആൽക്കഹോളിൻ്റെ ഉപയോഗം കൊണ്ടും ശരീരത്തിൽ നീർക്കെട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനത്തെയുള്ള ഈ ഭക്ഷണങ്ങൾ, ഞാൻ ഈ പറഞ്ഞ 5-6 ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിവതും കുറയ്ക്കുകയാണെങ്കിൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് ഈ നീർക്കെട്ട് ഉണ്ടാവുകയും അത് മൂലമുണ്ടാകുന്ന മറ്റ് പല ഡിസീസസും നമുക്ക് തടയാൻ പറ്റും. ഇനി എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത് നീർക്കെട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറാനെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം പറയുകയാണെങ്കിൽ പഴവർഗ്ഗങ്ങളാണ്. അതുപോലെ തന്നെ ഇലക്കറികളും പച്ചക്കറികളും. പഴവർഗ്ഗങ്ങൾ എന്ന് പറയുമ്പോൾ കൂടുതൽ നിങ്ങൾ ജ്യൂസാക്കി കഴിക്കാതെ മാക്സിമം നിങ്ങൾ കട്ട് ചെയ്ത് കഴിക്കുക. അപ്പം സീസണൽ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ധാരാളം ഫൈബേഴ്സ് കിട്ടും. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു വേസ്റ്റ് പ്രോഡക്ട്സ് ഉണ്ടെങ്കിൽ അത് നമുക്ക് വൻകുടൽ വഴി പുറത്തേക്ക് പുറന്തള്ളാൻ പറ്റും. അപ്പോൾ ഒന്നാമത്തെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പഴവർഗ്ഗങ്ങൾ കഴിക്കുന്നത് ഈ ഫൈബർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെയാണ് ഇലക്കറികളും പച്ചക്കറികളും. ധാരാളം ഫൈബേഴ്സും അതുപോലെ തന്നെ ഇതിലൊക്കെ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. മിക്ക ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ടെങ്കിലും അതിലൊക്കെ ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. ഈ ആൻറ്റി ഓക്സിഡൻ്റെ ഏറ്റവും വലിയ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാകുന്ന നീർക്കെട്ടുകളെ തടയുക എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഒമേഗ-3 ഫാറ്റി ആസിഡ്സ്. ഒമേഗ-3 ഫാറ്റി ആസിഡ്സ് എന്ന് പറഞ്ഞാൽ ആൻറ്റി ഓക്സിഡൻസിനെ പോലെ തന്നെ ഇപ്പോൾ നീർക്കെട്ടൊക്കെ വന്ന കോശങ്ങളിൽ ഉണ്ടാകുന്ന ഇഞ്ചുറികളൊക്കെ മാറ്റുക എന്നുള്ളതാണ്. അപ്പം ഈ ഒമേഗ-3 ഫാറ്റി ആസിഡ്സ് പ്രധാനമായിട്ടും അടങ്ങിയിരിക്കുന്നത് ചെറിയ ചെറിയ മത്സ്യങ്ങളാണ്. മത്തി, അയല പോലെയുള്ള മത്സ്യങ്ങൾ, നെത്തോലി പോലെയുള്ള മത്സ്യങ്ങളുണ്ട്. നട്ട്സിലുണ്ട്. നട്ട്സിൽ ഇപ്പോൾ ബദാം, വാൽനട്ട്, കാഷ്യൂ എല്ലാം, ഇതിലെല്ലാത്തിലും നമുക്ക് ഒമേഗ-3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഒലിവ് ഓയിലുണ്ട്. ഇപ്പോൾ ഒലിവ് ഓയിലൊക്കെ ആണെങ്കിൽ നമുക്ക് സാലഡിൽ ഒരു ഡ്രസ്സിങ് ആയിട്ട് ലാസ്റ്റ് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കട്ട് ചെയ്തിട്ട് ഒലിവ് ഓയിലും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ ഏറ്റവും റിച്ച് സോഴ്സ് ആണ്. അപ്പം നമുക്ക് ആൻറ്റി ഓക്സിഡൻസും കിട്ടുന്നുണ്ട്, ഒമേഗ-3 ഫാറ്റി ആസിഡ്സും കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു നീർക്കെട്ട് ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ കാരണങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾ കഴിക്കുന്നവരാണെങ്കിൽ അതിനോടൊപ്പം തന്നെ നിങ്ങൾ മാക്സിമം ഇതിൻ്റെ ഒരു എഫക്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു സാലഡ് വിത്ത് ഒലിവ് ഓയിൽ കഴിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും. ഇനി ചെറിയ ചെറിയ മത്സ്യങ്ങൾ, അതുപോലെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ കൂടുതലും കറി വെച്ച് തന്നെ കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരുപാട് ഓയിലിനെ അല്ലെങ്കിൽ ഫ്രൈഡ് ഫുഡൊക്കെ നിങ്ങൾക്ക് നീർക്കെട്ട് ഉണ്ടാവുന്നുണ്ടല്ലോ. അപ്പം മാക്സിമം അതൊക്കെ കുറയ്ക്കാൻ വേണ്ടി നോക്കുക. ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇത് കുറയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ ലിംഫിൻ്റെ ഒരു പ്രോപ്പർ സപ്ലൈക്ക് വേണ്ടി നിങ്ങൾ കൃത്യമായിട്ട് വ്യായാമം കൂടി ചെയ്യണം. വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ എത്രത്തോളം പ്രോപ്പറായിട്ട് നടക്കുന്നോ അതുപോലെ തന്നെയാണ് ലിംഫിൻ്റെ സർക്കുലേഷൻ നടക്കുക. നമ്മൾ ഹാർട്ട് ഉണ്ട് നമ്മുടെ ബ്ലഡ് പമ്പ് ചെയ്യാൻ വേണ്ടി, പക്ഷേ ലിംഫിന് പ്രത്യേകിച്ച് ഒരു പമ്പിങ് മെക്കാനിസം ഇല്ല. അപ്പോൾ നമ്മുടെ മസിൽ മൂവ്മെൻറ്റ്സ് ആണ് നമ്മുടെ ലിംഫിൻ്റെ പാത്ത് വേ എന്ന് പറയുന്നത്. അപ്പം കൃത്യമായിട്ടൊരു വ്യായാമം ഉണ്ടെങ്കിൽ മാത്രമേ ആ മസിൽസിൻ്റെ മൂവ്മെൻറ്റ്സ് ഒക്കെ കൃത്യമായിട്ട് നടക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ലിംഫാറ്റിക് സർക്കുലേഷൻ ക്ലിയർ ആയിട്ടിരിക്കുകയും ചെയ്യും. ഇനി ഇതിനോടൊപ്പം തന്നെ നമ്മൾ എല്ലാ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് നമ്മൾ മുട്ടുവേദന അല്ലെങ്കിൽ നടുവേദനയൊക്കെ പറഞ്ഞ് ചെല്ലുന്ന സമയത്ത് ഡോക്ടേഴ്സൊക്കെ പറയുന്നതാണ് ഫിസിയോതെറാപ്പിക്ക് പോകാൻ. ഈ ഒരു ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു നടക്കുന്നത് ഒരു മസാജിങ് പ്രോസസ്സാണ്. അപ്പോൾ കൃത്യമായ ഒരു മസാജ് അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിക് പ്രോസസ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ലിംഫിൻ്റെ സപ്ലൈ കുറച്ചുകൂടെ കറക്റ്റായിട്ട് നടക്കുന്നത് കാണാം. ഇനി ധാരാളം വെള്ളം കുടിക്കുക. ധാരാളം വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞാൽ 25 കിലോയ്ക്ക് 1 ലിറ്റർ എന്ന കണക്കിൽ നിങ്ങൾ നല്ലപോലെ വെള്ളം കുടിക്കുകയാണെങ്കിൽ ഈ ലിംഫ് ഫ്ലൂയിഡ് കുറച്ചുകൂടെ കട്ടി കുറയുകയും അല്ലെങ്കിൽ കുറച്ചുകൂടെ തിന്നായി കഴിഞ്ഞാൽ ആ ഒരു പാത്ത് കുറച്ചും കൂടെ സ്മൂത്തായിട്ട് നടക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. കൃത്യമായിട്ട് ഒരു ഉറക്കം കൂടി ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ നീർക്കെട്ട് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നതുവരെ നന്ദി.